ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ള ആരെയെങ്കിലും കാണിച്ചു തരാമോ? ഗുരു അല്പനേരം നിശബ്ദനായിട്ട് അതിലെ കടന്നുപോയ രണ്ടുപേരെ ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു. ശിഷ്യൻ ഓടി അവരുടെ അടുത്തെത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ വിദൂഷകരാണ്. ദുഃഖിതരായിരിക്കുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു, അത്രമാത്രമാണ് ഞങ്ങൾ ചെയ്യുക. സ്നേഹമുള്ളവരെ, അപരന് സന്തോഷദായകമായ ജീവിതമാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കുലമഹിമയോ തൊഴിലോ ഒന്നും ആവരുത് സന്തോഷത്തിന്റെ കാരണം. മറിച്ച് നമ്മുടെ സാന്നിധ്യം അപരന് സന്തോഷദായകമായിട്ട് മാറുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുക. ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് വചനം പറയുക. നമുക്ക് വചനഭാഗം അറിയാം. ഈശോയാൽ അയക്കപ്പെട്ട ശിഷ്യന്മാരൊക്കെ ശുശ്രൂഷാ മേഖലയിൽ ഒരുപാട് അനുഗ്രഹമായി പിശാചുകളെയൊക്കെ പുറത്താക്കിയിട്ട് തിരിച്ചു വരികയാണ്. അവർ ചെയ്ത കർമ്മങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ചപ്പോഴാണ് ഈശോ പറയുന്നത്, പിശാചുക്കൾ നിങ്ങളുടെ ആജ്ഞ കേട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിനെ ഓർത്ത് സന്തോഷിക്കണമെന്നാണ്. നമുക്ക് ധ്യാനിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈനംദിന കർമ്മങ്ങള് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി വെക്കുന്നതിന് കാരണമായി മാറുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം നമ്മുടെ ചുറ്റുവട്ടങ്ങൾ കൃപയായിട്ട് മാറുന്നുണ്ടോ? അതോ നമ്മുടെ സാന്നിധ്യം പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവർക്ക് സങ്കടത്തിന് അസ്വാരസ്യമായിട്ട് മാറുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ നന്മയുടേത് മാത്രമാകുവാനും നമ്മുടെ സാന്നിധ്യം ഒരുപാട് പേർക്ക് കൃപയായിട്ട് മാറുവാനായിട്ടും അവരുടെ കണ്ണുനീരിനെയും അവരുടെ കുറവിനെയും ഒക്കെ നന്മയിലേക്ക് നയിപ്പിക്കുവാൻ, സന്തോഷദായകമാക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് അമ്മ മാതാവിന്റെ വലിയ മാധ്യസ്ഥ്യം കൃപയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.